നിങ്ങൾ ഐഫോൺ ഉപയോഗിക്കുമ്പോൾ അഥവാ നിങ്ങളുടെ ഐഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയുള്ള ശബ്ദം, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കമൻറ്റുകൾ ഇനി ചാർജിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോഴൊക്കെ ഇതേ രീതിയിൽ നമുക്ക് ആവശ്യമായ കമൻറ്റുകൾ സെറ്റ് ചെയ്യാൻ സാധിക്കും. ആ ഒരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് പുതിയതൊന്നുമല്ല, എന്നാലും അറിയാത്തവർ ഒരുപാടുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഓൾറെഡി അറിയുന്നവരാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അവരുടെ അറിവിലേക്കും എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്, നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് തവണ ഇങ്ങനെ കുത്തി ചാർജ് കയറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് നമുക്ക് ഉണ്ടാവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കേബിൾ പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു വോയിസ് കമൻറ്റ് ഇവിടെ പറയുന്നതായിരിക്കും. അതിലൂടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ ഫോണിൽ ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയും നമുക്കിതിനെ ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ആളുകളുമുണ്ട്. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ട്. അവർക്കൊക്കെ യൂസ്ഫുൾ ആകുന്ന ഒരു ടെക്നിക്കാണ്. പ്രത്യേകിച്ച് ആപ്ലിക്കേഷനോ കാര്യങ്ങളൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ഫോണിൽ തന്നെയുള്ള ഷോർട്ട് കട്ടാണ്. അപ്പോൾ അത് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ അഭിപ്രായങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നതെന്ന്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോടൻ. ഫേസ് ടൈം എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ചെയ്യുന്നത് വളരെ സിമ്പിളാണ് കേട്ടോ. നിങ്ങളുടെ ഷോർട്ട് കട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്കിവിടെ സെർച്ച് ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ മാനുവലായിട്ട് തന്നെ ഷോർട്ട് കട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക. എങ്ങനെ വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ നിരവധി ഷോർട്ട് കട്ടുകളായിരിക്കും ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഇവിടെ ഒന്നുമല്ല ആവശ്യം. ഏറ്റവും താഴെയായി ഈ ഒരു ഭാഗത്ത് നമുക്ക് ഓട്ടോമേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെയായി ന്യൂ ഓട്ടോമേഷൻ എന്ന് കാണാൻ സാധിക്കും. ഒരു ഓട്ടോമേഷനും സെറ്റ് ചെയ്യാത്തവർക്ക് ഇതേ രീതിയിലായിരിക്കും കാണിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ മുകളിലൊരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അതിൽ സെലക്ട് ചെയ്തുകൊണ്ട് പുതിയതിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ന്യൂ ഓട്ടോമേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയായി നമുക്ക് ചാർജർ എന്നുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് കാണാം. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഒന്ന് ഈസ് കണക്റ്റഡ്, അതുപോലെ ഈസ് ഡിസ്കണക്റ്റഡ്. നിങ്ങൾക്ക് രണ്ട് ഓട്ടോമേഷനും സെറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മളിപ്പോൾ കണക്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു ഡയലോഗ് നമ്മുടെ ഫോൺ പറയണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഈസ് കണക്റ്റഡ് എന്നുള്ള ഈ ഭാഗം സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ കാണുന്ന റൺ ഇമീഡിയറ്റ്ലി എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നോട്ടിഫൈ വെൻ റൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതിനെ എനേബിൾ ചെയ്യാം. പക്ഷേ അതൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും നമുക്ക് ഇവിടെ ഒരു പോപ്പ് മെസ്സേജ് പോലെ വരുന്നതായിരിക്കും. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് എനേബിൾ ചെയ്യാം ഇവിടെ നിന്ന്. വേണ്ട എന്നുള്ളവർക്ക് അങ്ങനെ തന്നെ വെക്കാം. ഞാൻ തൽക്കാലം അതിനെ എനേബിൾ ചെയ്യുന്നില്ല. ശേഷം മുകളിൽ കാണുന്ന നെക്സ്റ്റ് എന്നുള്ള ഈ ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമുക്കിവിടെയായി സ്പീക്ക് ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിലായിരിക്കും കാണുന്നത്. ഇവിടെ ടെക്സ്റ്റ് എന്നുള്ള ഈ ഭാഗത്ത് നിങ്ങൾക്ക് ആവശ്യമായ ഡയലോഗ് എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ താങ്ക്സ് പറയുന്ന രീതിയിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് താങ്ക്സ് ജാബിർ എന്നോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും, ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് അംബാനെ തോർസി എന്നുള്ള ആ ഒരു ഡയലോഗാണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അംബാൻ തോർസി. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് അത് കൃത്യമായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനാവശ്യമായ രീതിയിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെയായിട്ട് നമുക്കത് പ്ലേ ചെയ്ത് നോക്കാനുള്ളൊരു ഡെമോ ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കതിനെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ പ്ലേ ചെയ്ത് നോക്കാൻ സാധിക്കും. അതേ രീതിയിൽ അതിവിടെ എന്താണ് ടൈപ്പ് ചെയ്തതെന്നുള്ളത് വലുതായിട്ട് നമുക്കിവിടെ കാണിച്ചു തരികയൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ പ്ലേ ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതിനുശേഷം ഡൺ നൽകുക. ഡൺ നൽകി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഓട്ടോമേഷൻ ആക്റ്റീവായി കഴിഞ്ഞു. ഇനി നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത ആ ഡയലോഗ് പറയുന്നതായിരിക്കും. ചാർജ് കയറുന്ന സമയത്ത് ഒരു തവണ ആ ഒരു ഡയലോഗ് പറയുന്നതായിരിക്കും. ഇതുപോലെ കണ്ടില്ലേ? അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ സിരിയുടെ വോയിസ് ഒക്കെ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. അത് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. അതൊക്കെ നിങ്ങൾ സെറ്റിങ്സിൽ നിന്നോ അതല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ മാറ്റാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്ത് സെലക്ട് ചെയ്തുകൊണ്ട് സിരി വോയിസ് ഏതാണ് വേണ്ടത് എന്നുള്ളതൊക്കെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതുപോലെ ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ മാറ്റാനുള്ള ഓപ്ഷനുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അതൊന്നും ഞാനിവിടെ കാണിച്ച് വീഡിയോയുടെ ദൈർഘ്യം കൂട്ടുന്നില്ല. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് തന്നെ ഓരോന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഉപയോഗം നിങ്ങളുടെ ഫോണിൽ യാതൊരുവിധ ആപ്ലിക്കേഷനോ സോഫ്റ്റ്വെയർ ഒന്നും ഉപയോഗിക്കാതെ തന്നെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഈ ഒരു മെത്തേഡിനെ ഉപയോഗിച്ച് നോക്കാം. ഇനി ഇതറിയാത്തവർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്
കാത്തിരിക്കുക.